നമുക്ക് ഓണത്തിൻ്റെ വിഭവങ്ങളിലൊന്നായ ഒരു കാളൻ, ഏത്തയ്ക്ക കൊണ്ട് കാളൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. രുചികരമായ ഒരു കൂട്ടാനാണിത്. അത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. ആദ്യമായിട്ട് ഞാനൊരു ഏത്തയ്ക്ക എടുത്തിട്ടുണ്ട്, പച്ച. ഇതിൻ്റെ തൊലി കളഞ്ഞ് നമുക്ക് കഷ്ണിച്ച് ഇതിന് ഈ വെള്ളത്തിലിട്ട് കൊടുക്കാം. അത് കറ പോകുന്നതിനാണ്, ഏത്തയ്ക്കയുടെ കറ പോകുന്നതിന്. ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം വെള്ളത്തിൽ. അല്പം ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ മിശ്രിതത്തിൽ നമുക്ക് ഈ ഏത്തയ്ക്ക പച്ചക്കായ കണ്ടിച്ചിട്ട് തൊലി കളഞ്ഞിട്ട് കണ്ടിച്ചിട്ട് കൊടുക്കും. തൊലി ഇങ്ങനെ കളയേണ്ട, ഇതുമാതിരി ഇങ്ങനെ എടുത്താൽ മതി. അല്ലാതെ അങ്ങനെ പൊളിച്ച് കളയേണ്ട. നമ്മൾ ഉപ്പേരിക്കൊക്കെ എടുക്കുന്ന മാതിരി പൊളിച്ചെടുക്കണ്ട. അത് ഇതുപോലെ ഇങ്ങനെ എടുത്താൽ മതി. തൊലി അരിയ നിൽക്കാതെ വിധത്തിൽ ഇങ്ങനെ ഉരിഞ്ഞെടുത്താൽ മതി. എന്നിട്ട് ഇത് നമുക്ക് ചെറുതായിട്ട് കണ്ടിച്ചെടുക്കണം. ഇതിൻ്റെ അരികൊക്കെ കുറച്ച് ചെത്തി കൊടുക്കാം. ഏറ്റവും രുചികരമായ ഒരു വിഭവമാണ് നമ്മുടെ ഓണസദ്യയിൽ. ഇത് ചേന കൊണ്ടും ഉണ്ടാക്കാം. ഇത് ചേന കൊണ്ട് കാളൻ ഉണ്ടാക്കാം. നമുക്ക് ഏത്തയ്ക്ക കൊണ്ടാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിലേക്ക് നമുക്കിത് കണ്ടിച്ചിട്ട് കൊടുക്കാം. ഒരുപാട് വലിയ ചെറിയ കഷ്ണമാക്കണ്ട, എന്നാൽ ഒരുപാട് വലുതും ആകരുത്. അങ്ങനെ ഒരു രീതിയിൽ നമുക്ക് കടിച്ചിട്ട് കൊടുക്കാം. അതുപോലെയായിട്ട് കടിച്ചിട്ട് കൊടുക്കുക. എളുപ്പമായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. രുചികരമായ ഒരു ഭക്ഷണമാണ്, ഒരു വിഭവമാണ്. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കാൻ ശ്രമിച്ച് നോക്കണം. നല്ല വിളഞ്ഞ കായാണ് ഇതിന് നല്ലത്. ഇളം കായ എടുക്കരുത്, ഇച്ചിരി അല്പം വിളഞ്ഞ കായ എടുക്കണം. ഇതിങ്ങനെ നമുക്ക് കുറച്ച് നേരം വെള്ളത്തിൽ കിടക്കട്ടെ. എന്നിട്ട് അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഇതിൻ്റെ അരയ്ക്കാനുള്ളതെല്ലാം എടുത്തിട്ട് വരാം. 5 മിനിറ്റ് ഇങ്ങനെ വെക്കണം. ഇപ്പോൾ ഇതിൻ്റെ കറ മാറിക്കാണും. അപ്പോൾ ഇത് നമുക്ക് ഒന്നും കൂടെ ഇത് കഴുകിയിട്ട് എടുത്തിട്ട് വരാം. കായ ഒന്നും കൂടെ കഴുകി എടുത്തിട്ട് കറയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഇത് നമുക്ക് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട്. നമുക്കതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുക്കറിൽ നമ്മൾ വയ്ക്കുകയാണെങ്കിൽ 1 കപ്പ് വെള്ളം ഒഴിച്ചാൽ മതി. വെച്ചാൽ കുറുകിയിരിക്കണം ഇത്. മറ്റേത് അല്ലാതെ വയ്ക്കുകയാണെങ്കിൽ 1 ഗ്ലാസ് വെള്ളം ഒഴിക്കണം. ഒഴിച്ചിട്ട് അതിലേക്ക് ഈ കായ ഇട്ട് കൊടുക്കാം. ഇട്ട് അതിലേക്ക് ഒരു സ്പൂൺ 1/4 സ്പൂണോളം ഉപ്പിട്ട് കൊടുക്കാം. അത് ഉപ്പ് നമുക്ക് സ്വാദാനുസരണം വേറെ പിന്നെ ചേർക്കണം. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇത് നമുക്ക് വേവിച്ചെടുത്തിട്ട് വരാം. ഇത് കായും മഞ്ഞൾപ്പൊടിയും ഉപ്പുമായിട്ടുണ്ട്. അത് വേവിച്ചെടുത്തിട്ട് പച്ചക്കായ നമ്മൾ അരിഞ്ഞ് കുക്കറിൽ വേവിക്കാൻ വെച്ചത്, അത് വെന്ത് കിട്ടുമ്പോഴേക്കും നമുക്ക് ഇത് 3ഉം കൂടെ അരച്ചെടുത്തിട്ട് വരാം. 1/4 കപ്പോളം, ഇതിനൊരു 1/4 കപ്പോളം തേങ്ങ നല്ലതായിട്ട് എടുക്കണം, എങ്കിൽ ടേസ്റ്റ് കാണത്തുള്ളൂ. 1/4 കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട് ചുരണ്ടിയത്. അതിൻ്റെ കൂട്ടത്തിൽ 2 പച്ചമുളക്. നിങ്ങൾക്ക് 1 പച്ചമുളക് മതിയെങ്കിൽ അത്രയും എടുക്കാം. എരിവിൻ്റെ അനുസരിച്ചിട്ട് എടുക്കാം. ഒരല്പം 1 സ്പൂൺ, ചെറിയ സ്പൂണിന് 1 സ്പൂൺ ജീരകം. ഇത് 3ഉം കൂടെ നമുക്ക് അരച്ചിട്ട് വരാം. തേങ്ങ നല്ലപോലെ ഇവിടെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്, പേസ്റ്റ് പോലെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങയും ജീരകവും പച്ചമുളകും, ഇതിലേക്ക് നമുക്ക് 1/2 സ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും കൂടെ ചേർക്കണം. 1/2 സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുരുമുളകിൻ്റെ ടേസ്റ്റാണ് ഇതിൽ മുമ്പായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതൊരു 1/2 സ്പൂൺ കുരുമുളക് പൊടി.
ഇതെല്ലാം കൂടി നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള കായയിലോട്ട് ഒഴിച്ച് നമുക്ക് കുറുകുന്ന വരെ തിളപ്പിക്കണം. നല്ലപോലെ കുറുകുന്ന വരെ ഇത് തിളപ്പിച്ചെടുക്കണം. ഇതോടെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് മൂന്നും കൂടി മിക്സ് ചെയ്ത ഈ തേങ്ങ നമുക്ക് കായയുടെ കൂട്ടത്തിൽ ചേർന്നിട്ട് അത് കുറുകുന്ന വരെ നമുക്ക് വേവിച്ചെടുക്കാം. നല്ലപോലെ വെന്ത് പാകമായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ച് അരപ്പ് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഇളക്കി ഇത് കുറുകുന്നവരെ ഇളക്കിക്കൊണ്ടിരിക്കും. നല്ലപോലെ കുറുകുന്നവരെ ഇളക്കുക. അല്ലാതെ അടുപ്പിൽ വെച്ച് വേവിക്കുകയാണെങ്കിൽ വെള്ളം കുറച്ചും കൂടെ ഒഴിച്ചിട്ട് വേവിക്കും. വേവാകുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന വിഭവമാണ് ഇതെല്ലാം. എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന വിഭവങ്ങളിതല്ല. നല്ല ടേസ്റ്റായിട്ടുള്ള സ്വാദിഷ്ടമായിട്ടുള്ള വിഭവമാണ് ഇത്. വേണമെങ്കിൽ നമുക്ക് ഒരാഴ്ച വരെ വെച്ചെടുക്കാം. ഞാനും ജീവിതത്തിയൊന്നും ആകത്തില്ല, കാളനാണ്. അപ്പോൾ അത് തൈരൊക്കെ ചേർത്ത് വയ്ക്കുന്നതുകൊണ്ട് അതിനായിട്ട് കുറുകി തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കും. ഇതിലിപ്പോൾ കുറുകി വന്നിട്ടുണ്ട്, നല്ല കുറുവായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തൈര് ഒഴിച്ച് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം തൈര് ഒഴിക്കാൻ. പിന്നെ തിളയ്ക്കരുത്. ഇത് തൈര് ഒഴിച്ച് കഴിയുമ്പോൾ തിളയ്ക്കരുത്, ചെറുതായിട്ട് ചൂടാനാണ്. ഇതിലേക്ക് നമുക്ക് തൈര് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു കപ്പ് തൈര് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും. ചേർത്തുനിന്ന് ഇളക്കി കൊടുക്കാം. ചെറിയ ഫ്ലെയിമിൽ ഇടാം. ഇത് തിളച്ചിട്ട് ഒന്ന് ചൂടായാൽ മതി. കാളൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് കടുക് വറുത്തിട്ട് കൊടുക്കണം. അതിനായിട്ടുള്ള കാര്യങ്ങളെടുക്കാം. നമുക്ക് ഓഫ് ചെയ്യാം. കടുക് വറുക്കുന്നതിനായി ഇതിലേക്ക് ഞാൻ 2 സ്പൂൺ നെയ്യ് ഒഴിക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ആയാലും മതി. ഇപ്പോൾ 2 സ്പൂൺ നെയ്യ് ഒഴിച്ചാൽ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടും. 2-3 സ്പൂൺ ഒഴിക്കാം. നെയ്യ് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇവിടെ നല്ലപോലെ കുട്ടി കളഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. 2-3 എണ്ണം ഇട്ട് കൊടുക്കാം. അതുകൂടെ കുറച്ചിട്ട് നമുക്ക് 2 കൂടുതൽ ഇടുന്നുണ്ട്, കുഴപ്പമില്ല. ടേസ്റ്റ് കൂടിയിരിക്കും. വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് ഒന്ന് ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് കരിവേപ്പില, അതും ആവശ്യത്തിന് കരിവേപ്പില നമുക്ക് ഇട്ട് കൊടുക്കാം.
ഇതിലേക്ക് കറി ഉണ്ടാക്കി വെച്ചിട്ടുള്ള കാളൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കാളൻ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിം തുറന്നെടുക്കണം. രുചികരമായ കാളൻ ഇവിടെ റെഡിയായിട്ടുണ്ട്. പിന്നെ സദ്യയ്ക്ക് കാളനായി കഴിഞ്ഞു. ഏറ്റവും നമുക്ക് ഉപ്പ് നോക്കാം. ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് കാളൻ റെഡി. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.